നമസ്കാരം. ഫാർമ ന്യൂസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് പാരസെറ്റമോൾ 125 സിറപ്പിന് പകരം പാരസെറ്റമോൾ ഡ്രോപ്സ് കൊടുത്ത ഒരു ഇഷ്യൂ ഒരു ഫാർമസിയിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിൽ അടുത്ത കാലങ്ങളിലായി പത്രങ്ങളിലെല്ലാം അതിൻ്റെ ന്യൂസുകളൊക്കെ വന്നു. പക്ഷേ അതിൻ്റെ നിയമപരമായി ആ ഫാർമസി നേരിടേണ്ടി വരുന്ന നിയമ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഫാർമ ന്യൂസിൽ ചർച്ച ചെയ്യുന്നത്. ഇത് മിക്കവാറൊക്കെ ഫാർമസികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത്തരമൊരു സബ്ജക്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ നിയമപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് മനു കല്ലമ്പള്ളിയാണ്. അദ്ദേഹം ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി വർക്ക് ചെയ്യുകയാണ്. ഫാർമസി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, ഫാർമസിസ്റ്റുകളുടെ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അഗാധമായി സംസാരിക്കാൻ, അല്ലെങ്കിൽ നിയമപരമായും അല്ലാതെയും സംസാരിക്കാൻ അദ്ദേഹമാണ് തീർത്തും യോഗ്യൻ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിൻ്റെ കാര്യം അദ്ദേഹം തന്നെ പറയും. അതിൻ്റെ കാര്യം എന്താണെന്ന് മനസാറിൻ്റെ വായിൽ നിന്ന് തന്നെ വരാം, ഒന്ന് പറയാം. ഞാൻ ഈ നിയമപരമായ LLB വക്കീല് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഫാർമസി ഡിപ്ലോമ കോഴ്സ് പാസ്സായതിനു ശേഷം 5 വർഷത്തോളം മെഡിക്കൽ കോളേജ് പെയിൻ കൗണ്ടറിലും പിന്നെ സ്വന്തമായി മെഡിക്കൽ ഷോപ്പും ഒക്കെ നടത്തിയ ഈ മരുന്ന് വിതരണവും ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും നേരിട്ട് പഠിച്ചിട്ടുള്ള ആളും പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡ് എന്ന നിലയ്ക്കും എനിക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനും അറിവ് സപ്ലൈ ചെയ്യാൻ കഴിയും. സർ, പാരസെറ്റമോൾ 125 സിറപ്പിന് പകരം പാരസെറ്റമോൾ ഡ്രോപ്സ് കൊടുത്തൊരു സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റിനെതിരെ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിനെതിരെ എന്ത് ആക്ഷനായിരിക്കും വരുന്നത്? അപ്പം അതിൽ നമുക്ക് നിയമവശം എന്ന് പറയുന്നത് ഈ ഫാർമസിസ്റ്റിൻ്റെ മരുന്ന് വിതരണവും അതിനകത്തുള്ള മെഡിക്കൽ ഷോപ്പിൻ്റെ നിയമപ്രകാരമുള്ള വയലേഷൻസ് എന്തെങ്കിലും വരുത്തിയാൽ അതിനെ ബാധിക്കുന്ന ആക്ട് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 ആണ്. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് ആണ് ഇതിനകത്ത് വരുന്ന ആപ്ലിക്കബിൾ ആവുന്ന ലോ. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം 2 തരം ശിക്ഷാ നടപടികൾ ഡിപ്പാർട്ട്മെന്റിന് സ്വീകരിക്കാം. അപ്പോൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ അത് പാരസെറ്റമോളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ പാരസെറ്റമോള് ഈ ഷെഡ്യൂൾ H1X എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന ഒരു മരുന്നല്ല. പാരസെറ്റമോളിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് OTC ഡ്രഗ്സ് എന്ന് പറയുന്ന ഓവർ ദ കൗണ്ടർ വഴി നടത്താൻ പറ്റുന്ന OTC വിഭാഗത്തിലാണ്, കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗത്തിലാണ് ഈ പാരസെറ്റമോളിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പാരസെറ്റമോൾ ഇങ്ങനെ ഇപ്രകാരം മാറിക്കൊടുത്താൽ അതിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകാൻ പാരസെറ്റമോൾ ആയതുകൊണ്ട് കഴിയില്ല. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് പരമായിട്ടുള്ള മൈനറായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം. ഒരു പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് അയക്കാവുന്ന ഒരു കുറ്റമായിട്ടുള്ള ഒഫൻസായിട്ട് ഈ കേസിനകത്ത് പാരസെറ്റമോൾ എന്ന ഡ്രഗ് വിറ്റതുകൊണ്ട് മാത്രം അതിന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫാർമസിസ്റ്റിന് അതിനകത്ത് നിയമപരമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരമായിട്ടുള്ള ആക്ഷൻസോ നേരിടേണ്ടായി വരുമോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിന്റെ വയലേഷൻ വരുത്തിയാൽ അതിപ്പോൾ മരുന്ന് മാറി കൊടുക്കുന്നത് ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറ്റകരമാവുന്നത് ഫാർമസിസ്റ്റ് അല്ല കുറ്റം. ഫാർമസിസ്റ്റ് ആ ഷോപ്പ് നടത്തുന്ന ലൈസൻസി ആണ് ഉത്തരവാദി. അപ്പോൾ ഒരു ഫാർമസിസ്റ്റ് വേറെ മരുന്ന് മാറി കൊടുക്കുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈ നിയമപ്രകാരം ഫാർമസിസ്റ്റിനെതിരെ നടപടിയെടുക്കാൻ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമില്ല. പക്ഷേ ആ ഷോപ്പിന്റെ ലൈസൻസി ആരാണോ ആ ലൈസൻസിക്കെതിരെ നടപടിയെടുക്കാൻ മാത്രമേ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 പ്രകാരം അധികാരമുള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഫാർമസിസ്റ്റ് ആയ വ്യക്തി തന്നെയാണ് ലൈസൻസി എന്ന രൂപത്തിൽ ഉടമ തന്നെ ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിൽ ആ ലൈസൻസി എന്ന നിലയ്ക്ക് ഫാർമസിസ്റ്റ് എന്ന ബാധ്യതയും കൂടെ ആ ഒരു ഉത്തരവാദിത്വം കൂടെ അയാൾക്കുള്ളത് കൊണ്ട് ലൈസൻസി കം ഫാർമസിസ്റ്റ് ലയബിളാവും. അല്ലാതെ ലൈസൻസി എന്ന നിലയ്ക്ക് ഒരിക്കലും ലൈസൻസി മാത്രമേ ലയബിൾ ആവുള്ളൂ. ഫാർമസിസ്റ്റ് ഓണർ അല്ലാത്ത ഒരു ഫാർമസിസ്റ്റാണ് മരുന്ന് കൊടുക്കുന്നതെങ്കിൽ ആ ഫാർമസിസ്റ്റ് ലയബിൾ ആവില്ല. ലൈസൻസി ആയ ഉടമ മാത്രമേ ലയബിൾ ആവത്തുള്ളൂ. സാർ, അപ്പോൾ ഇത്തരം കേസുകളിൽ, അതായത് ഇപ്പോൾ കണ്ണൂർ നടന്ന ഇഷ്യൂയിൽ അവിടുത്തെ ലോക്കൽ പോലീസ് കേസെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. എടുക്കാം. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫാർമസിസ്റ്റിനെയും മെഡിക്കൽ ഷോപ്പിനെയും
കൺട്രോൾ ചെയ്യുന്ന, അതിന് വിതരണത്തിനെയും സെയില് പർച്ചേസ് എല്ലാം ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. അതിനകത്താണ് ഞാൻ പറഞ്ഞത് ഫാർമസിസ്റ്റിന് ഈ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം ഇത് ഒരു സെക്ഷൻ 125 BNS പ്രകാരം ഇത് ഫാർമസിസ്റ്റ് എന്നല്ല, ആര് ഒരു കുറ്റകരമായ രീതിയിൽ നെഗ്ലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു മരുന്ന് കൈകാര്യം ചെയ്ത് വിതരണം ചെയ്ത് അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഹർട്ട്, ഒരു ഡിസീസോ ഒരു ഹർട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ആ വിതരണം ചെയ്ത ആൾ ഫാർമസിസ്റ്റ് ആയാലും ലേബിളാവും. അല്ല, അയാൾ ഫാർമസിസ്റ്റ് അല്ല, സെയിൽസ്മാൻ ആയാലും ലേബിളാവും. അയാൾ ഒരു ലൈസൻസി ആണെങ്കിൽ ലൈസൻസി ആയാലും ലേബിൾ, ആരും ലേബിളാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം, അതായത് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഈ അതിൻ്റെ 125 വകുപ്പ് പ്രകാരം, മുമ്പത്തെ IPC വകുപ്പ് പ്രകാരമാണെങ്കിൽ 337 IPC പ്രകാരം, ഇപ്പോഴത്തെ 125 BNS പ്രകാരം ഒരു കുറ്റകരമായ രീതിയിൽ ഒരു നെഗ്ലിജൻ്റ് ആക്ടിലൂടെ നടത്തുന്ന മറ്റൊരാൾക്ക് ഹർട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഏത് പ്രവൃത്തിയും ലയബിളാവും എന്നുള്ളത് കൊണ്ട് തന്നെ മരുന്ന് വിതരണം നടത്തിയാലും ലയബിളാവും. അങ്ങനെയാണെങ്കിൽ അതിന് മാക്സിമം ഒരു എക്സ്ട്രീം സ്റ്റേജിൽ മാക്സിമം എങ്ങനെയാണ് അതിന്റെ ശിക്ഷ വരുന്നത്? അത് ഒരു ആക്ട് മാത്രമേ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് മറ്റ് ദോഷമൊന്നും വരുന്നില്ലെങ്കിൽ 3 മാസത്തെ തടവും. ഒരു ഹർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ മരുന്ന് മാറി കൊടുത്തതാണല്ലോ, ആ മരുന്ന് മാറി കൊടുത്തിട്ട് ഒരു ഹർട്ട് കുട്ടിക്ക് ഉണ്ടായി, ഒരു ചികിത്സയ്ക്ക് വിധേയമായി, ആ മരുന്ന് കാരണമാണ് ഈ ഹർട്ട് ഉണ്ടായത് എന്ന് ഒരു സിമ്പിൾ ഹർട്ടാണെങ്കിൽ അത് 3 മാസവും, വളരെ മാരകമായ തലത്തിലേക്ക് ആ ഹർട്ട് മാറുകയാണെങ്കിൽ അത് 3 വർഷം വരെയും തടവ് ലഭിക്കാവുന്ന കുറ്റകരമായി അത് മാറും. ഇത്തരം തിരക്കുള്ള സമയത്തും നമ്മുടെ ഒരു ചെറിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അങ്ങ് കാണിച്ച ഫാർമസിസ്റ്റുകളോടുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത അങ്ങേക്ക് ഫാർമ ന്യൂസിൻ്റെ ഒരു വലിയ നന്ദി. മാത്രവുമല്ല, ഫാർമസിസ്റ്റുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങയെ കോണ്ടാക്ട് ചെയ്യാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഈ രംഗത്തുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴികളിലൂടെ നോക്കി അത് കൃത്യമായ ഉപദേശം നൽകാൻ ഞാൻ എപ്പോഴും എൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്ന് എപ്പോഴും തയ്യാറാണ്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എന്നിൽ നിന്ന് സ്വീകരിച്ച ബിജിലാലിന് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും വരുന്നത് വരെ ഫാർമ ന്യൂസ് പ്രേക്ഷകർക്ക് താങ്ക്സ്. നമസ്കാരം.